മലയാളത്തിൽ ആദ്യമായി അധ്യാപകനും വിദ്യാർത്ഥികളും ചേർന്ന് തയ്യാറാക്കിയ മാധ്യമ ചരിത്ര പുസ്തകം എന്ന നേട്ടവുമായി തേവര SH സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇതി വാർത്താഹ എന്ന മാധ്യമ ചരിത്ര പുസ്തകം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ തോമസ് ജേക്കബ് പ്രകാശനം ചെയ്തു. പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് വേർഷൻ കൂടി പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണ് കോളേജ് പബ്ലിക്കേഷൻ വിഭാഗം. ആദ്യ പത്രം മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെയുള്ള മലയാള മാധ്യമ ചരിത്രമാണ് 19 മാധ്യമ വിദ്യാർത്ഥികൾ 15 അധ്യായങ്ങളിലായി സംഗ്രഹിച്ചെഴുതിയത്. തേവര സേക്രഡ് ഹാർട്ട്സ് കോളേജിലെ ജേർണലിസം അധ്യാപകൻ ബെൽബിൻ പി ബേബി എഡിറ്ററായ പുസ്തകം കോളേജ് പബ്ലിക്കേഷൻസ് ഡിവിഷൻസിന്റെ നേതൃത്വത്തിലാണ് പുറത്തിറക്കുന്നത്. വിദ്യാർത്ഥികളായ ഒരു സംഘം ആളുകൾ ഒരു അധ്യാപകൻ്റെ നേതൃത്വത്തിൽ ഒരു പാഠപുസ്തകത്തിൻ്റെ നിലവാരത്തിലേക്ക് എത്തുന്ന വലിയൊരു പുസ്തകം, അത് കുട്ടികൾ എഴുതിയതാണെന്ന് ഒരിടത്തും തോന്നാത്ത രീതിയിൽ പ്രായപൂർത്തി എത്തിയ ഒരു പുസ്തകം. അതിൽ ആ വിദ്യാർത്ഥികൾ എങ്ങനെ എഴുതിയെന്നുള്ളതിനേക്കാൾ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ എഴുതാൻ കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞതിനേക്കാൾ അവരെ കൊണ്ടത് ചെയ്യിക്കാനുള്ളൊരു ധൈര്യമാണ് അത് ഈ കോളേജിൻ്റെ ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് ബെൽബിനും ഉണ്ടായി. നല്ലൊരു പുസ്തകം. ഇത് കേരളത്തിലെ മാധ്യമ വിദ്യാലയങ്ങളിലെല്ലാം ഒരു പാഠപുസ്തകമായി സ്വീകരിക്കപ്പെടുമെന്ന് എനിക്ക് തീർച്ചയുണ്ട്. വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നുള്ള റെഫറൻസ് പുസ്തകം സാധ്യമാക്കിയ സന്തോഷത്തിൽ കുട്ടി എഴുത്തുകാരും. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. SHൽ നിന്ന് കിട്ടിയ ഏറ്റവും നല്ലൊരു കാര്യമാണ് എനിക്ക് ഈ ബുക്കിൽ ഒരു ആർട്ടിക്കിൾ എഴുതാൻ പറ്റിയത്. ആദ്യം തന്നെ പറയേണ്ടത് 1.5 വർഷത്തോളം നീണ്ടുനിന്ന ശ്രമത്തിനൊടുവിലാണ് ഒരു ആർട്ടിക്കിൾ ഇതിലേക്ക് എഴുതാൻ സാധിച്ചത്. അതിന് ഞങ്ങളുടെ അധ്യാപകനായ ബെൽബിൻ സാർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്നും പ്രചോദനമാണ് സാറ്. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരാളുടെ ഹെൽപ്പോടെ വിളിച്ചോന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ എഴുതാൻ തുടങ്ങിയാണ്. പിന്നെ എഴുതി റീറൈറ്റ് ചെയ്ത് പിന്നെ കോളേജിലെ ഓരോ പരിപാടികൾ, സെം എക്സാംസ്, അസൈൻമെൻറ്റ്സ്, അതിന് ഇടയ്ക്കൂടെ നമ്മൾ പിന്നെ എഴുതി. പിന്നെ സാറ് പറഞ്ഞ പോലെ തെറിവിലൊക്കെ ഇടയ്ക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിലൂടെ പഠിക്കാൻ പറ്റി. ഈ മാധ്യമ മേഖല കടന്നു പോകുന്നത് വളരെ ഫാസ്റ്റായിട്ടുള്ള ചേഞ്ചിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2ാം പതിപ്പ് എന്തായാലും ഉണ്ടാവും. കാരണം ഇതൊരു റെഫറൻസ് ആവാനുള്ള പുസ്തകവും പല യൂണിവേഴ്സിറ്റികളിലേക്കും കോളേജുകളിലേക്കൊക്കെ ബോർഡ് ഓഫ് സ്റ്റഡീസ് മേടിച്ചിട്ടുണ്ട് അവരുടെ സിലബസ് ചേർക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ 2ാം പതിപ്പും അതുപോലെ ഇംഗ്ലീഷ് വേർഷനും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവയിലൂടെ പുസ്തകം ഉടൻ ലഭ്യമാകും. വരും വർഷങ്ങളിലും കൂട്ടായ ശ്രമത്തിലൂടെ റെഫറൻസ് സ്വഭാവമുള്ള ഇത്തരം പുസ്തകങ്ങൾ പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണ് കോളേജ് പബ്ലിക്കേഷൻ വിഭാഗവും. ന്യൂസ് മലയാളം, കൊച്ചി.